അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം വാഫിയ സംവിധാനങ്ങളുടെ പഠനാരംഭം കുറിക്കുന്ന ചില ചിത്രങ്ങളും മറ്റുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ആളുകൾ പങ്കുവെക്കുകയുണ്ടായി. അതിൻ്റെ ഒപ്പം അവർ ചേർത്ത് കൊടുത്ത ചില ടെക്സ്റ്റുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതും സമസ്തയെ അങ്ങേയറ്റം പരിഹസിക്കുന്നതുമായിരുന്നു. എങ്ങനെയാണ് പുതിയ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്നത് എന്ന് നമുക്കൊന്നിവിടെ നിരൂപണം നടത്താം. കാരണം പുതിയ കുട്ടികൾക്ക് വിദ്യ ആരംഭം കുറിക്കണം. ആ സമയത്ത് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടച്ചുവിടുന്നതും സമസ്തയുടെ സ്ഥാപനത്തിൽ അവർ ചെയ്തു കൂട്ടിയതുമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒരു കുട്ടി അതിൻ്റെ പഠനാരംഭം എത്രത്തോളം അദബിലും എത്രത്തോളം പൊരുത്തത്തിലും എത്രത്തോളം ഭവ്യതയിലും ഗുരുനാഥന്മാരോടുള്ള സ്നേഹത്തിലും ആദരവിലുമൊക്കെ ആയിരിക്കണം കുട്ടികളെ വിദ്യ പഠിപ്പിച്ചു തുടങ്ങേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ മനുഷ്യന്മാരെ പോലും ലജ്ജിപ്പിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ആദ്യം ആ വളാഞ്ചേരി മർക്കസുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവർ പ്രചരിപ്പിച്ച ചില റൈറ്റപ്പുകൾ എത്രത്തോളം സമസ്ത മുഷാവറയെ പണ്ഡിതന്മാരെയും പരിഹസിക്കുന്നതാണ് എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഇത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കൽ, ഈ കബളിപ്പിക്കലിൽ നിന്ന് അറിയുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. സത്യം അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക, ആ ഒരു ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഇവർ ആ ചിത്രങ്ങളോടുകൂടെ ഇന്നലെ ഇവരുടെ ഗ്രൂപ്പിൽ വിട്ട ഒരു ടെക്സ്റ്റാണ് ഞാൻ വായിക്കുന്നത്. ഇനി സമസ്ത മുഷു പറ എന്ത് ചെയ്യും മല്ലയ്യ. സമസ്ത മുഷാവറനെ കളിയാക്കിക്കൊണ്ട് മുഷു പറ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം മർക്കസ് സമസ്തയുടേതായിട്ടും മർക്കസിൻ്റെ ചെയർമാൻ ജിഫ്രി തങ്ങളും MT ഉസ്താദും ഒക്കെ തന്നെ അല്ലേ, അവർ അനുവദിച്ചിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ സമസ്തയുടെ പൂർണ്ണ അനുമതിയോടുകൂടെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് കബളിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ്. നമുക്കറിയാം, സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തിയതാണ് വാഫിയ സംവിധാനം. ആദർശ വ്യതിയാനവും അതുപോലെ തന്നെ അതിൻ്റെ സിലബസിൽ ഉണ്ടായിരുന്ന ബിദഈ ആശയങ്ങളുടെ പ്രചരണവും ഒക്കെ സമസ്ത കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതാണ്. സമസ്ത തന്നെ നേരിട്ട് യോഗം വിളിച്ച് ഈ കാര്യം സമസ്തയുടെ എല്ലാ കീഴടകങ്ങളെയും മലപ്പുറത്ത് വെച്ച് ബോധ്യപ്പെടുത്തിയതാണ്. ഇത് നമ്മളാരും പറഞ്ഞുണ്ടാക്കിയതല്ല. സമസ്തയുടെ സാക്ഷാൽ മുഷാവറ അംഗം, സെക്രട്ടറി, പ്രസിഡൻറ്റ്, മറ്റുള്ള ആളുകളൊക്കെ നേരിട്ട് വന്ന് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. ഇന്നും അത് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്, നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ടും സമസ്തയുടെ ഒരു സ്ഥാപനത്തിൽ വാഫിയ സമസ്തയുടെ ആശീർവാദത്തോടെ സമ്മതത്തോടെ നടത്തുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണല്ലോ. അപ്പോൾ ഇവർ അത് ആണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സമസ്തയും വാഫിയ തമ്മിലൊരു പ്രശ്നവുമില്ല, സമസ്ത ഇതൊക്കെ അനുവദിച്ചിട്ട് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില ആളുകളുണ്ടാവും. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? വളാഞ്ചേരി മർക്കസ് നമുക്കറിയാം, അത് സമസ്തയുടേതാണ്. പക്ഷേ ഒരൊറ്റ സമസ്തയുടെ ഒരാളും പങ്കെടുക്കാതെയാണ് ആ പരിപാടി നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. മുഷാവറ അംഗങ്ങളിൽ നിന്ന് ഒരാളും അതിൽ പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? സമസ്തക്ക് ഒരിക്കലും തൃപ്തിയില്ലാത്ത, സമസ്തയുടെ സ്ഥാപനം കൈയടക്കിക്കൊണ്ട് അതിൻ്റെ ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് സമസ്ത തള്ളിയ ഒരു സംവിധാനത്തെ അവിടെ നിന്ന് തന്നെ തുടക്കം കുറിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഈ സമൂഹത്തിന് നിങ്ങൾ എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഈ വിദ്യാർത്ഥികളുടെ പഠനാരംഭം കുറിക്കുന്നത് സമസ്ത തള്ളിപ്പറഞ്ഞ ഒരു സംവിധാനത്തിൻ്റെ പഠനാരംഭം സമസ്തയുടെ പണ്ഡിതന്മാരെ ധിക്കരിച്ചുകൊണ്ട് അവർക്കൊരിക്കലും പൊരുത്തമില്ലാത്ത രീതിയിൽ ആ സമസ്തൻ്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തുന്നത് ഈ കുട്ടികളുടെ പഠനാരംഭം എങ്ങോട്ടാണ്, നിങ്ങൾ അതിൻ്റെ ദിശ എങ്ങോട്ടാണ് തിരിക്കുന്നത്? ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ കുരുത്തക്കേട് എന്നാണ് പറയുക. ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ ധിക്കാരം എന്നാണ് പറയുക.
ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ ഗുരുനിന്ദ എന്നാണ് പറയുക. മഹാന്മാരായ പണ്ഡിതന്മാരായ ഈ ഹക്കീം ഫൈസിയുടെ വന്യരായ ഉസ്താദുമാരടക്കമുള്ള സമസ്ത മുഷാവറയെ ധിക്കരിച്ചുകൊണ്ട്, അല്ലേ, ധിക്കരിച്ചുകൊണ്ടല്ലേ ആ സ്ഥാപനത്തിൽ നടത്തുന്നത്? സമസ്തയുടെ അനുമതി പ്രകാരമാണോ? സമസ്ത ജില്ലാ കമ്മിറ്റിയുടെ അനുമതി പ്രകാരമാണോ? കമ്മിറ്റിയുടെ അനുമതി പ്രകാരമാണോ? സമസ്ത മുഷാവറയുടെ അനുമതി പ്രകാരമാണോ നിങ്ങൾ സമസ്തയുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി നടത്തുന്നത്? പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ ചെയർമാനായും അതിൻ്റെ കൺവീനറായുമൊക്കെ ഈ മഹാപണ്ഡിതന്മാർ ഇപ്പോഴും നിലകൊള്ളുന്നു? അത് സമസ്തയുടെ സ്ഥാപനമായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് സമസ്ത തിരിച്ചു പിടിക്കും. പക്ഷേ സമസ്തക്കൊരിക്കലും പൊരുത്തമില്ലാത്ത, സമസ്ത തള്ളി പറഞ്ഞൊരു സംവിധാനത്തെ അവിടെ തന്നെ കൊടുന്ന് ഈ പാവപ്പെട്ട കുട്ടികൾ അതിന് ബലിയാടാക്കുന്നത് എത്ര വിവരം കെട്ട പണിയാണ്, എത്ര പക്വതയില്ലാത്ത, നിങ്ങളൊക്കെ പണ്ഡിതന്മാരല്ലേ, എത്ര പക്വതയില്ലാത്ത പണിയാണ്. നിങ്ങൾക്കതിന് വേറെ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് അതിന് വേറെ ഏതെങ്കിലും നിങ്ങളുടെ കോളേജുകൾ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? നിങ്ങളുടെ ഏത് സംവിധാനം എടുത്താലും അതിൽ സമസ്തയുടെ പ്രവർത്തകന്മാരുടെ ചോരയും നീരും അതിലുണ്ട്. അതിലാണ് നിങ്ങൾ കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നത്. എങ്ങനെ ഇത് അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാവും? ഈ കുട്ടികളെ എങ്ങനെ നേരാകും? കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ കുട്ടികളെ ഈ രൂപത്തിൽ കൊണ്ടുപോയി വടക്കാക്കുന്നതിൽ ഈ പറയപ്പെട്ട CIC-യുടെ നേതാക്കന്മാർക്ക് ചെറുതല്ലാത്ത പങ്കില്ലേ? സമസ്തയെ ധിക്കരിക്കുകയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് അതിനൊക്കെ പുറമെ സമസ്തയെ ധിക്കരിക്കുക, സമസ്തയെ പരിഹസിക്കുക. നോക്കൂ തുടർന്ന് എഴുതുന്നത്, സാധു മുഅല്ലിമീങ്ങളോട് എന്തൊക്കെയോ നുണകൾ സമ്മേളനം വിളിച്ചു പറയുന്നു. സ്വന്തക്കാരുടെ മക്കളെ വാഫി ഒഫിയയിലേക്ക് ആശീർവദിച്ച് അയക്കുന്നു. 1 ഡസനോളം മുഷാപ്പറ മെമ്പർമാരുടെ ബന്ധുക്കൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ 1 ഡസനോളം സമസ്ത മെമ്പർമാർ, മുഷാവറ മെമ്പർമാരുടെ ബന്ധുക്കൾ. നമുക്കറിയാം ഇതിനു മുമ്പ് പുറത്താക്കപ്പെട്ട എല്ലാത്തിലും സമസ്ത ആലുവ ത്വരീഖത്തിനെ പുറത്താക്കി. എത്ര ഉദവികൾ അതിലുണ്ടായി, ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. സമസ്ത ഇതുപോലെ തന്നെ മുജാഹിദ് ജമാഅത്തിനെ തള്ളി പറഞ്ഞു. എത്ര മുഷാവറ മെമ്പർമാരുടെ ബന്ധുക്കൾ അതിലൊക്കെ ഉണ്ട്. ആലുവ ത്വരീഖത്തിൽ എത്ര ഉണ്ട്? ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ മരുമകൻ അടക്കം അതിലില്ലേ, അതിൽ പോയില്ലേ? ഇതൊക്കെ പറഞ്ഞിട്ടാണോ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? നാണാകൂല നിങ്ങൾക്ക്? എന്താണ് ചങ്ങായിമാർ? 1 ഡസനോളം. എന്നിട്ട് പറയാം, ഹംസക്കുട്ടി മുസ്ലിയാർ വരെ മർക്കസ് എല്ലാ പരിപാടിക്കും വിട്ടുകൊടുക്കുന്നു. അങ്ങനെ വിട്ടുകൊടുത്തതാണോ ഹംസക്കുട്ടി മുസ്ലിയാർ? അദ്ദേഹത്തിനാകുന്നത് പോലെ അദ്ദേഹം ശ്രമിച്ചിട്ടില്ലേ സമസ്തയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ, തിരിച്ചു കൊണ്ടുവരാൻ? പക്ഷേ അതിൻ്റെ രേഖകളും മറ്റുമൊക്കെ കൈയടക്കിക്കൊണ്ട്, ഓഫീസ് സംവിധാനങ്ങളുമൊക്കെ കൈയടക്കിക്കൊണ്ട് നിങ്ങളത് കയ്യേറിയതല്ലേ. എന്നിട്ട് അതിലാണ് നിങ്ങൾ പഠനാരംഭം കുറിക്കുന്നത്. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കൂ. ജനങ്ങൾ ഒന്ന്, ബുദ്ധിയുള്ള ജനങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുട്ടികളുടെ ഭാവി എന്താണ്? ഈ കുട്ടികളുടെ ഭാവി എന്താണ്? എന്നിട്ടും 1000-ലധികം അഡ്മിഷൻ വന്നു എന്നൊക്കെയാണ് ഘോരഘോരം പ്രസംഗിക്കുകയും എഴുതിവിടുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം MESനെ സമസ്ത തള്ളി. അതിനുശേഷം MES പാടില്ലാതായിട്ടില്ലല്ലോ, മറിച്ച് സമസ്തക്കാരതിലേക്ക് പോയിട്ടില്ല. അത് അതിൻ്റെതായ വഴിക്ക് അതിൻ്റെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോയി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല ത്വരീഖത്തുകളെയും തള്ളി പറഞ്ഞു. സമസ്തയുടെ ആളുകൾ പിന്നെ അതിലേക്ക് പോയിട്ടില്ല. എന്നാൽ അവർ ഇന്നൊക്കെ നാമമാത്രമായി പല ഇടങ്ങളിലുമുണ്ട്. അവർക്കൊക്കെ ഓരോ സ്ഥലത്ത് കൂടാൻ മാത്രമുള്ള ആളുകളുമുണ്ട്. അതിനൊക്കെ ആളുകൾ ഉണ്ടാകണമല്ലോ. അതാണ് ഈ ആഖിർ സമാനിൻ്റെ അടയാളം. മുജാഹിദ് ജമാഅത്തുകൾക്ക് സമ്മേളനം വിളിച്ചാൽ ആളുകൾ വരുന്ന കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ അവർക്കൊക്കെ ആളുകളുണ്ട്, അതൊക്കെ ഉണ്ടാവും. പക്ഷേ സമസ്തക്കാർ അതിലുണ്ടാവില്ല. സമസ്തക്കാരായ ആളുകൾ, സമസ്തയെ അംഗീകരിക്കുന്ന ആളുകൾ വാഫി ഒഫിയിൽ ഉണ്ടാവില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെ നിർത്തണം. ഇനി നിങ്ങൾ സമസ്തയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്ന് കരുതുക. എന്നാലും നിങ്ങളുടെ പാട്ടിന് പോയിട്ട് സമസ്തയെ ഒഴിവാക്കിയിട്ട് ആ സമസ്തയുടെ സ്ഥാപനങ്ങളൊക്കെ സമസ്തയെ തിരിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റായിട്ട് പ്രൈവറ്റായിട്ട് ഞങ്ങൾക്ക് സമസ്തൻ്റെ അംഗീകാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികളെ, ഒരു 100 കുട്ടികളെ ഒക്കെ ഒരുമിച്ച് കൂട്ടിയാലും മതി. അതൊന്നും നിങ്ങളുടെ കഴിവുകേടായിട്ട് ജനങ്ങളാരും പറയില്ല. അത് മാന്യതയായിട്ടാണ് മനസ്സിലാക്കുക. ഇതെന്താ, ജനങ്ങളോട് ഇപ്പോഴും ഇത് സമസ്തൻ്റെതാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക.
എന്നിട്ട് അതിലേക്ക് കുട്ടികളെ ക്ഷണിക്കാം. പക്ഷേ സമസ്തക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രം. ഇപ്പോഴും കള്ളങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് ആളുകളെ ക്ഷണിച്ച് സമസ്തയുടെ മേലെ കുതിരകയറി സമസ്തയുടെ അഗ്രേസരരായ പണ്ഡിതന്മാരെ അവഹേളിച്ചുകൊണ്ട് അവരുടെ കുരുത്തക്കേട് വാങ്ങിക്കൊണ്ട് പഠനാരംഭം കുറിക്കുന്നത്. ഈ ഏർപ്പാട് ഇതിനെന്താ പറയുക, നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ എന്താ പറയുക? എന്നിട്ട് വരെ ഇതാണ് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്. സമസ്തയെ കേട്ട് മക്കളെ ചേർക്കാതിരുന്ന സാധു മുത്താലിമീങ്ങൾ നഷ്ടക്കാർ. സമസ്തയെ കേട്ടിട്ട് ചേർക്കാതിരുന്ന സാധു മുഅല്ലിമീങ്ങളെ നഷ്ടക്കാരാണല്ലോ. അപ്പോൾ ഇതുവരെ മുഅല്ലിമീങ്ങളായിരുന്നു ചേർത്തിരുന്നത് എന്നും ഇപ്പോൾ മുഅല്ലിമീങ്ങൾ അതിൽ വിട്ടുനിന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ആ നഷ്ടം നാളെ പാരത്രിക ലോകത്ത് ആ മുഅല്ലിമീങ്ങൾക്ക് ലാഭമാണ്. അത് സമസ്ത അനുസരിച്ച് കൊണ്ടാണ്, മനസ്സിലായില്ലേ? അതിന് പകരമായിട്ട് സമസ്തയുടെ സംവിധാനം വളരുന്നുണ്ട്, സമസ്തയുടെ മക്കൾ അതിൽ വളരുന്നുണ്ട്. നാളെ നല്ല അതബോടുകൂടെ അച്ചടക്കത്തോടുകൂടെ സയ്യിദുൽ ഉലമയിൽ നിന്ന് പഠനാരംഭം കുറിച്ചുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാർ, സമസ്തയുടെ മക്കൾ ആ പൊരുത്തമുള്ള മക്കളായി വളർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ തരത്തിലുള്ള തോന്നിവാസം നടത്തിയിട്ടല്ല ഒരിക്കലും ഒരു പഠനാരംഭം കുറിക്കേണ്ടതും ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ കെട്ടിപ്പടുക്കേണ്ടതും. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, ആരെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ മേലെ കൂര വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കരുത്. സമസ്തയുടെ സംവിധാനങ്ങളെ സമസ്തക്ക് വിട്ടുകൊടുക്കുക. ഇതാണ് അദബ്, ഇതാണ് കുരുത്തം, ഇതാണ് അച്ചടക്കം. ജനങ്ങളെ കബളിപ്പിക്കരുത്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. ഈ കാര്യങ്ങൾ തിരിച്ചറിയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.